കഞ്ചാവ് പോലെയുള്ള പാനീയമല്ലാത്ത ലഹരി ഉപയോഗിക്കൽ ഹറാമാണെന്ന് മനസ്സിലായി. എന്നാൽ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഹദ്ദുണ്ടോ? ഉത്തരം ഇല്ല. പക്ഷേ ഇസ്ലാമിക ജഡ്ജി അഭിപ്രായപ്പെടുന്ന ശിക്ഷക്കർഹനാണ്. മദ്യപാനം ഇസ്ലാമിക ഇമാമിൻ്റെ മുമ്പിൽ സ്ഥിരപ്പെടൽ എങ്ങനെ? ഉത്തരം: മദ്യപാനി സമ്മതിക്കൽ കൊണ്ടും 2 പുരുഷന്മാർ സാക്ഷി നിൽക്കൽ കൊണ്ടും മദ്യപാനം സ്ഥിരപ്പെടും. കള്ള് മണക്കൽ കൊണ്ട് സ്ഥിരപ്പെടില്ലേ? ഉത്തരം: ഇല്ല. അതുപോലെ ലഹരി പിടിച്ച ആകൃതി, ഛർദി എന്നിവ കൊണ്ടും മദ്യപാനം സ്ഥിരപ്പെടില്ല. പ്രസ്തുത അടയാളങ്ങൾ കൊണ്ടൊന്നും ഹദ്ദ് അടിക്കപ്പെടില്ല. ഛർദിയുടെ അടിസ്ഥാനത്തിൽ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹദ്ദ് അടിച്ചതോ? ഉത്തരം: അത് മഹാനവറുകളുടെ ഗവേഷണം കൊണ്ടാണ്. നമുക്കതിന് പറ്റില്ല. മൃഗങ്ങൾക്ക് കള്ള് കുടിപ്പിക്കാമോ? ഉത്തരം: പാടില്ലെന്നാണ് സർക്കശി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത്. കള്ള് നജസാണല്ലോ, അതുപോലെ കഞ്ചാവ് നജസാണോ? ഉത്തരം: കള്ള് നജസാണ്, എന്നാൽ കഞ്ചാവ് നജസല്ല. ഉപയോഗം നിഷിദ്ധമാണെന്ന് വ്യക്തമാക്കിയല്ലോ. കള്ളിനെക്കുറിച്ച് ഹദീസിൽ വന്ന താക്കീതുകൾ വിവരിക്കാമോ? ഉത്തരം: ഹ്രസ്വമായി വിവരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കള്ളിനെയും അത് കുടിക്കുന്നവനെയും അത് ഒഴിച്ചു കൊടുക്കുന്നവനെയും വിൽപ്പന നടത്തുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതിൻ്റെ വില കൊണ്ട് ഭക്ഷിക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. നിങ്ങൾ മദ്യപാനം വെടിയുക, കാരണം അത് എല്ലാ ചീത്തകാര്യത്തിൻ്റെയും താക്കോലാണ്. കഞ്ചാവ് ഉപയോഗിക്കുന്നതിനാലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം? ഉത്തരം: നിരവധിയാണ്. ദുന്യവിയും ദീനിയുമായ 120ഓളം ബുദ്ധിമുട്ടുകൾ പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. മറവി ഉണ്ടാവുക, തലവേദന വരിക, ബുദ്ധി തകരാറിലാകുക, ഛർദി, കുഷ്ഠരോഗം, വെള്ളപ്പാണ്ട് എന്നിവ ഉണ്ടാവുക, രഹസ്യം പൊളിയുക, ലജ്ജ ഇല്ലാതാവുക, മനുഷ്യത്വം നഷ്ടപ്പെടുക എന്നിവ അവയിൽപ്പെട്ടതാണ്. മരണവേളയിൽ കലിമ ഉച്ചരിക്കാൻ സാധിക്കാതിരിക്കുക എന്നത് കഞ്ചാവ് ഉപയോഗത്താൽ വരുന്ന വലിയ അപകടമാണ്. ലഹരി പാനീയങ്ങൾ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുണ്ടല്ലോ, അത് മുഴുവനും നിഷിദ്ധമാണോ? ഉത്തരം: അതെ, ലഹരി പാനീയങ്ങൾ മുഴുവനും ഹറാമാണ്. ഏത് പേരിലാണെങ്കിലും ശരി, അവയുടെ ഒരു തുള്ളി പോലും ഹറാമാണ്. ലഹരി പാനീയങ്ങൾ മുഴുവനും കള്ളാണ്, ലഹരി പാനീയങ്ങൾ മുഴുവനും ഹറാമാണ് എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്. തേൻ അധികം കുടിച്ചാൽ ലഹരി വരില്ലേ? അപ്പോൾ തേൻ കുടിക്കൽ ഹറാമാകുമോ? ഉത്തരം: തേൻ എത്ര കുടിച്ചാലും ലഹരിയുണ്ടാകില്ല. അതിനാൽ അതിൽ നിഷിദ്ധം വരുന്ന പ്രശ്നമില്ല. കള്ള് സുർക്കയായാൽ ശുദ്ധിയാകുമല്ലോ. സുർക്കയായെന്ന് എങ്ങനെ തീരുമാനിക്കും? ഉത്തരം: കള്ള് സ്വയം സുർക്കയായി മാറിയാൽ ശുദ്ധിയാകും. മറ്റു വസ്തുവിൻ്റെ സമ്പർക്കം മൂലം സുർക്കയായാൽ ശുദ്ധിയാവില്ല. കള്ളിന് പുളിരസം ഉണ്ടാവലാണ് അത് സുർക്കയായി എന്നതിൻ്റെ അടയാളം. ശക്തമായ പുളിരസമോ നുരച്ചു പൊന്തണമെന്നോ വ്യവസ്ഥയില്ല.